ഇന്നലെ അന്തരിച്ച പ്രൊഫസർ കെ സാനുവിന്റെ ഭൗതികദേഹം ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെ പൊതുദർശനമുണ്ടാകും. നേരത്തെ വസതിയിൽ പൊതുദർശനമുണ്ടായിരുന്നു. ഇപ്പോൾ മൃതദേഹം എത്തിച്ചിരിക്കുന്നത് ടൗൺ ഹാളിലേക്കാണ്. അവിടെയും ഒട്ടേറെ പേർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിട്ടുണ്ട്. മന്ത്രി കെ രാജൻ ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വലിയൊരു ശിഷ്യ സമ്പത്തും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന് സൗഹൃദ വലയവും വളരെ വലുതായിരുന്നു. കൂടാതെ ഒട്ടേറെ പേർ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നവർ, സ്നേഹിക്കുന്നവർ, അവർക്കൊക്കെ കാണാൻ വേണ്ടിയാണിപ്പോൾ അവസാനമായി ടൗൺ ഹാളിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത്. നിതിൻ അംബുജനുണ്ട് വിവരങ്ങളുമായി. നിതിൻ, മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ടൗൺ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, അല്പസം മുമ്പാണ് കാരക്കാമുറിയിലെ വീട്ടിൽ നിന്ന് കെ സാനു മാഷിൻ്റെ ഭൗതികദേഹം ടൗൺ ഹാളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ടൗൺ ഹാളിൽ ഇപ്പോൾ പൊതുദർശനം ആരംഭിച്ചു. ഇപ്പോൾ മന്ത്രിമാരായ പി രാജേഷ്, അതോടൊപ്പം തന്നെ കെ രാജൻ, എൻ വാസവൻ എന്നിവരുൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അല്പസം മുമ്പാണ് ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ 4 മണിവരെ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. അതിനുശേഷം 5 മണിക്കാണ് തിരുവനന്തപുരം ശ്മശാനത്തിൽ വെച്ച് സംസ്കാര ചടങ്ങ്, ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കാര ചടങ്ങ് നടക്കുക. ഏതാണ്ട് 11 തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ടൗൺ ഹാളിലെത്തി ആദരാഞ്ജലികൾ അർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ അനുജ സൂചിപ്പിച്ചപ്പോൾ തന്നെ കൊച്ചിയിൽ വലിയ സൗഹൃദ വലയമുണ്ട്. മാത്രമല്ല, മഹാരാജാസ് കോളേജിൽ ദീർഘകാലം അധ്യാപകനായിരുന്നു. സംസ്ഥാനത്തിലെ വിവിധ കോളേജുകളും അദ്ദേഹം അധ്യാപകനായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി ശിഷ്യന്മാരെല്ലാം തന്നെ കെ സാനു മാഷിനെ നേരത്തെയും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെല്ലാം തന്നെ പലപ്പോഴായി ഓർത്തെടുത്ത് സംസാരിച്ചതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. ഈ അവസരത്തിൽ സ്വാഭാവികമായിട്ടും കെ സാനു മാഷിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഇവരെല്ലാം ടൗൺ ഹാളിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാവിലെ 9 മണി മുതൽ 10 മണി വരെയായിരുന്നു കാരക്കാമുറിയിലെ വീട്ടിൽ ഭൗതികദേഹം പൊതുദർശനത്തിൽ വെച്ചത്. ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ടൗൺ ഹാളിൽ ഭൗതികദേഹം എത്തിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ സൗഹൃദ വലയം ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാൻ നിരവധി പേർ ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിലും അദ്ദേഹം സാമൂഹ്യ സാംസ്കാരിക പരിപാടികളൊക്കെ തന്നെ കൊച്ചിയിലെ സജീവമായി തന്നെ പങ്കെടുത്തിരുന്നു. മാത്രമല്ല, ഒരു സാംസ്കാരിക മുഖം എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തെ നമുക്ക് അടയാളപ്പെടുത്താം. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തെ ഭൗതികദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ച ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനും തന്നെ കൂടുതൽ പേർ ഇവിടേക്ക് എത്തും. ഇന്നലെ വൈകിട്ട് 5:35 അദ്ദേഹത്തിൻ്റെ അമൃത ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വീട്ടിൽ നിന്ന് വീണതിനെ തുടർന്നായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് ഹൃദയ സംബന്ധമായ അസുഖം, അതോടൊപ്പം തന്നെ ന്യൂമോണിയ ഉൾപ്പെടെയുള്ള അസുഖമെല്ലാം തന്നെ സാനു മാഷിനെ അലട്ടിയിരുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതീക്ഷയിലും പക്ഷേ ഇന്നലെ 5:35 തന്നെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. എന്തായാലും ഈ ഘട്ടത്തിൽ നിരവധി ആളുകളാണ് കെ സാനു മാഷിനെ ഓർത്തെടുത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവനകളെല്ലാം തന്നെ ഇപ്പോൾ സംസാരിക്കുന്നത്. ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് വിലയിരുത്താം. ഇപ്പോൾ സുനിൽ പി ഇളയിടം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് കെ സാനു മാഷിനെ? ഓക്കെ, എന്തായാലും ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ സംസാരിക്കാൻ സാധിക്കില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. നേരത്തെ മന്ത്രി പി രാജേഷ്, എങ്ങനെയാണ് സാനു മാഷിനെ ഓർക്കുന്നത്? സാനു മാഷുമായിട്ട് SFIയുടെ പ്രവർത്തകനായിരുന്ന കാലം മുതൽ, SFIയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന കാലം മുതലുള്ള ബന്ധമാണ്. ഞങ്ങളുടെ തലമുറയെ ചിന്തയുടെയും വിവേകത്തിൻ്റെയും വെളിച്ചം കൊണ്ട് നയിച്ച അറിവിൻ്റെ കൊടുമുടിയായിരുന്നു സാനു മാഷ്. മാഷിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ സാനു എന്ന് പറഞ്ഞ കൊടുമുടി എന്നാണല്ലോ. അറിവിൻ്റെ ഔന്നത്യം പുലർത്തിയ, ധിഷണയുടെ ഔന്നത്യം പുലർത്തിയിട്ടുള്ള ഒരു സാന്നിധ്യമായിരുന്നു സാനു മാഷിൻ്റേത്. പിന്നീട് അടുത്ത കാലം വരെ പല സന്ദർഭങ്ങളിൽ കാണാനും ഒരുമിച്ച് പരിപാടികളിൽ പങ്കെടുക്കാനും വേദി പങ്കിടാനുമെല്ലാമുള്ള അവസരമുണ്ടായിട്ടുണ്ട്. മാഷിൻ്റെ ദൈക്ഷണിക സംഭാവനകളെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. പ്രഗത്ഭനായ അധ്യാപകൻ, വളരെ വിലപ്പെട്ട ശിഷ്യസമ്പത്തിനുടമയായ അധ്യാപകൻ, സാഹിത്യ നിരൂപകൻ, സാംസ്കാരിക വിമർശകൻ, ജീവചരിത്രകാരൻ, പ്രഭാഷകൻ, ഇങ്ങനെ കേരളത്തിൻ്റെ സാംസ്കാരിക, ദൈക്ഷണിക, സാമൂഹിക, രാഷ്ട്രീയ ജീവിതത്തെ ഇത്രമേൽ പ്രകാശം കൊണ്ട് സമ്പന്നമാക്കിയ അപൂർവം ആളുകളെ ഉള്ളൂ. അപ്പം ഞങ്ങളുടെയൊക്കെ തലമുറ അദ്ദേഹത്തിൻ്റെ മാർഗദർശനത്തിന് കീഴിൽ പ്രവർത്തിക്കാൻ ഒക്കെ കഴിഞ്ഞു എന്നതിൽ ഭാഗ്യമുള്ളവരാണ്.
ശ്രീനാരായണ ദർശനങ്ങളെക്കുറിച്ച് ഇത്രമാത്രം ആഴത്തിൽ പഠിച്ച മറ്റൊരാളുണ്ടോ എന്നുള്ളത് സംശയമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും മാതൃകകളാണ് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചിട്ടുള്ളത് എല്ലാ കാലത്തും. അത് ജീവിതത്തിലുടനീളം അദ്ദേഹം ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. അദ്ദേഹം കൈവയ്ക്കാത്ത ഒരു മേഖലയുമില്ല. കാരണം നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് MLA ആയിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടും അനായാസമായ കാര്യമല്ല അദ്ദേഹത്തെ പോലുള്ള ആൾക്ക് ഒരു MLAയുടെ പണി എടുക്കുക എന്നത്. അതും ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം നിറവേറ്റിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വിടവാങ്ങുമ്പോൾ 97ാമത്തെ വയസ്സിൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം, നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ആശുപത്രിയിലാവുന്നതുവരെ അദ്ദേഹം കേരളത്തിൻ്റെ സാമൂഹ്യ ധൈഷണിക മണ്ഡലങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. അവസാനത്തെ പുസ്തകം എഴുതുന്നത് 97ാമത്തെ വയസ്സിലാണ്. ആ അവസാന നാളുകൾ വരെ സജീവമായി നിന്ന ഒരു വളരെ സഫലമായ ജീവിതം എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം കേരളത്തിൻ്റെ സാംസ്കാരിക ധൈഷണിക ജീവിതത്തെ കൂടുതൽ ദരിദ്രമാക്കും. MP രാജ് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം തൊട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധമാണ് അദ്ദേഹം ഓർത്തെടുത്തിരിക്കുന്നത്. എന്തായാലും സാംസ്കാരിക സാമൂഹിക രംഗത്ത് വലിയ ശൂന്യതയാണ് MK സാനു മാഷിന്റെ വിയോഗത്തോടെ തന്നെ ഉണ്ടായിരിക്കുന്നത്. അതെ, അവസാന നാളുകളിൽ വരെ അദ്ദേഹം വളരെ സജീവമായിരുന്നു. പൊതുമണ്ഡലങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഓർമ്മയായിരിക്കുകയാണ്. മലയാളം വിട ചൊല്ലുകയാണ് MK സാനു മാഷിന്.